കോൺട്രാക്ട് മാരേജ് ഭാഗം 42. നിങ്ങളെന്നെ ശരിക്കും സ്നേഹിച്ചു തുടങ്ങിയോ ശിവേട്ടാ? ഞാനല്ല, നിങ്ങളാ ഇപ്പോൾ അഭിനയിക്കുന്നതിന് പകരം ജീവിക്കുന്നതെന്ന് തോന്നുന്നു. ഭദ്ര അവനെ തന്നെ നോക്കി കൈകെട്ടി നിന്ന് ചോദിച്ചതും ശിവൻ്റെ മുഖത്തൊരു പതർച്ചയുണ്ട്. എന്തേ? അവനൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ട് അവനെ സൂക്ഷിച്ചു നോക്കിയവൾ. അവൻ്റെ മനസ്സ് അവൻ പറയാതെ തന്നെ തനിക്ക് എന്തൊക്കെയോ സൂചനകൾ നൽകുന്ന പോലെ. ശിവേട്ടാ, എന്താ? എന്തു പറ്റി? എന്ത് പറ്റാൻ? നീ ചോദിച്ചതെന്താ? എനിക്ക് നിന്നോട്. ഒന്ന് പോടി. അവൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന്. ഓ, അവനായി ഒരിക്കലും തന്നോടത് പറയില്ലെന്ന് അവൾക്കുറപ്പായി. പക്ഷെ തുറന്നു പറഞ്ഞില്ലേലും അവൻ്റെ മനസ്സിൽ ഞാനുണ്ട്. ഓക്കെ, പറയണ്ട. ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. എനിക്കെന്തോ അങ്ങനെ തോന്നി. ആ, അവൾ അത്രയും പറഞ്ഞ് എടുത്തുകൊണ്ട് വന്ന ബുക്കിൽ നിന്നൊരെണ്ണെടുത്ത് വായിക്കാൻ തുടങ്ങി. ശിവൻ പക്ഷേ ഒന്നും ചെയ്യാതെ അങ്ങനെ നിൽക്കുവാണ്. അവളിൽ നിന്ന് ഇനിയും എന്തൊക്കെയോ പ്രതീക്ഷിച്ചെങ്കിലും അവൾ തന്നെ മൈൻഡ് പോലും ചെയ്യാതെ വായിക്കുന്നത് കണ്ടതും അവൻ്റെ മുഖം ഇരുണ്ടു. ഒന്ന് തിരിഞ്ഞു നോക്കിയതും അവളുടെ ബുക്കും വായിച്ചുള്ള ഇരിപ്പ് കണ്ട് പല്ല് കടിച്ചവൻ. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ നിന്റെ ചോദ്യം ചെയ്യൽ? സത്യം പറയാതെ ബലം പിടിച്ചു നിൽക്കുന്നവരോട് എന്തു ചോദിക്കാൻ? ഗൗരവത്തോടെയുള്ള അവളുടെ സംസാരം. എന്ത് സത്യം? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ, എനിക്ക് അങ്ങനെയൊന്നും നിന്നോടില്ലെന്ന്. എങ്കിൽ അങ്ങനെ. ഇനി ഞാൻ നിങ്ങളോട് ഇതേപ്പറ്റി ഒന്നും ചോദിക്കില്ല. ഇനിയിപ്പം എൻ്റെ തോന്നൽ പോലെ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിങ്ങനെ ഇരിക്കുകയുള്ളൂ. ഇനി കുറച്ച് മാസം കൂടി കഴിയുമ്പോൾ നമ്മൾ എന്തായാലും പിരിയും. അവൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കിയവൾ പറഞ്ഞതും ശിവൻ പെട്ടെന്ന് മുഖം വെട്ടിച്ചു. അവനൊന്നും പിന്നെ മിണ്ടിയില്ല. അവൾ ബുക്കിലേക്ക് മുഖം പൂഴ്ത്തി അവനെന്നൊരാൾ റൂമിലുള്ളതുപോലും നോക്കാതെ ഇരിക്കുവാണ്. ഇനി ഞാനായി ഇങ്ങനൊരു കാര്യം ചോദിക്കില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട്. അവൻ വെറുതെ ലാപ്പ് തുറന്നു വെച്ചെന്നേ ഉള്ളൂ. പക്ഷേ ശ്രദ്ധ മറ്റെങ്ങോ ആണ്. ദിവസങ്ങൾ ആരെയും കാത്തു നിൽക്കാതെ അതിവേഗം ഓടിക്കൊണ്ടിരുന്നു. ദിവസങ്ങൾ പെട്ടെന്ന് മാസങ്ങളായി മാറി. എന്നിട്ടും വലിയ മാറ്റമില്ലാതെ ശിവൻ്റെയും ഭദ്രയുടെയും ജീവിതം കടന്നുപോയി. ശിവൻ്റെ ജീവിതത്തിലേക്ക് ഭദ്ര വന്നിട്ടിപ്പോൾ 10 മാസം കഴിഞ്ഞു. 10 മാസം എന്നത് കണ്ണടച്ചും തുറക്കും മുന്നേ അവസാനിച്ചിരുന്നു. ആദ്യമൊക്കെ വളരെ പതുക്കെയും പിന്നീട് അതിവേഗത്തിലും. ശിവൻ്റെ വീട്ടിൽ കുറച്ചു ദിവസം നിന്നിട്ട് ഭദ്രയും കൂട്ടിയും തിരികെ ഫ്ലാറ്റിലേക്ക് ഇരുന്നു. ശിവൻ്റെ വീട്ടിൽ വെച്ച് അവൻ്റെ അച്ഛനുമായി ഭദ്ര വാക്കുതർക്കമുണ്ടായതിൽ പിന്നെ ഭദ്ര ആ വീട്ടിലെ ആരുമായും മിണ്ടാൻ പോലും പോയില്ല. എന്തോ അത്രത്തോളം അകൽച്ച അവിടവുമായി അവൾക്ക് തോന്നി. എത്ര വേഗം അവിടുന്ന് പോകണമെന്ന് മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. ശിവനോടും അവൾ വലിയ അടുപ്പത്തിന് പോയില്ല. അവനോടൊരു ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തിയെങ്കിലും പഴയതുപോലെ അവനോട് എന്തെങ്കിലും ചോദിക്കാനോ തൻ്റെ മനസ്സിൽ തോന്നിയ സംശയങ്ങൾ ചോദിച്ച് നാണം കെടാനോ അവൾ ഒരുക്കമായിരുന്നില്ല. അവനോട് പുറമേ അകന്നും ഉള്ളിൽ ഒരുപാട് അടുത്തും അവൾ ദിവസങ്ങൾ തള്ളി നീക്കി. ഇടയ്ക്ക് അർജുൻ വരികയോ അവനൊപ്പം പുറത്തേക്ക് പോകുകയോ ചെയ്യും. അതൊന്നും ശിവൻ അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവനോട് അതേപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ പോലും ഭദ്ര ശ്രമിച്ചില്ല. ശിവൻ പഴയ പോലെ തന്നെയാണെന്ന് പറയാൻ കഴിയില്ല. ശരിക്കും തന്നോട് അവനുള്ള ഫീലിങ്സ് മനസ്സിലാക്കി തരം വിധമൊരു ഓരോന്ന് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമെങ്കിലും ഭദ്ര അതൊന്നും കാര്യമാക്കിയില്ല അവന് മുന്നിൽ. ഉള്ളിൽ പക്ഷേ അതൊക്കെ അവളിൽ പ്രതീക്ഷയായിരുന്നു. മുന്നോട്ട് ജീവിക്കാനുള്ള പ്രതീക്ഷകൾ. ഇത്രയും നാളിനിടയിൽ രാജിയുടെയോ അവരുടെ മകളുടെയോ ഒരു ശല്യവും ഉണ്ടായിട്ടില്ല. എല്ലാം ജീവനോടെ ഉണ്ടെന്നും ഇടയ്ക്കെല്ലാം ശിവൻ്റെ വീട്ടിൽ വരുന്നുണ്ടെന്നും മാത്രം അറിയാം. തനിക്കെതിരെ ഒന്നിനും വരില്ല ഇനി എന്നുള്ള ഉറപ്പൊന്നുമില്ല. കാരണം ചിലപ്പോൾ ഇങ്ങനെ പമ്മിയിരിക്കുന്നതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവും. ഈ കുറച്ച് നാളുകൾ കൊണ്ട് ആലീസുമായി അവൾ നല്ല അടുപ്പമായി. പകൽ ശിവൻ കൊടുത്തിട്ട് പോകുന്ന വർക്കെല്ലാം ചെയ്തിട്ട് ഉള്ള സമയം അവരോടും എന്തേലും മിണ്ടിയും പറഞ്ഞിരിക്കും. ആദ്യത്തെ അകൽച്ചയിൽ നിന്ന് അവരിന്ന് ഒരുപാട് അടുപ്പമുള്ള 2 പേരാണ്. ഭദ്ര തന്നെ അവളെപ്പറ്റി എല്ലാം അവരോട് പറഞ്ഞതും അവരും തിരിച്ച് അങ്ങനെ തന്നെ. അതോടെ ഒരമ്മ മകൾ ബന്ധം പോലെ അല്ലെങ്കിൽ കൂട്ടുകാരി പോലെയൊക്കെ ആണ് 2 പേരും. വീണയും ഇടയ്ക്ക് അർജുന് കൂടെ അവളെ കാണാൻ വരും. അവർ രണ്ടാളും ഇന്നും തന്നോട് ചേർന്ന് നിൽക്കുന്നതിൽ അവൾ ഒരുപാട് സന്തോഷവതിയായിരുന്നു. അവർക്കും അങ്ങനെ തന്നെ. ഭദ്രയിൽ ഒരുപാട് മാറ്റം വന്നതുപോലെ. ഇടയ്ക്ക് 1-2 വട്ടം പോയതല്ലാതെ ശിവൻ്റെ വീട്ടിലേക്കും അങ്ങനെ പോയിട്ടില്ല. ഭദ്ര ഇടയ്ക്ക് സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നു. അന്ന് അവൾക്കൊപ്പം ശിവനുണ്ടായിരുന്നു. അവൾ പറയാതെ തന്നെ അവനാണ് പറഞ്ഞത് പോകാൻ. അവിടെ പോയി വീടെല്ലാം നോക്കി എന്തൊക്കെയോ അവളുടെ കുറച്ച് സാധനങ്ങൾ കൂടി എടുത്തുകൊണ്ടുവന്നു. അടുത്ത വീട്ടിലെ ചേച്ചിക്ക് ഇത് തൻ്റെ ഹസ്ബൻഡാണെന്ന് മുന്നേ വന്നപ്പോൾ അവൾ തന്നെ പറഞ്ഞതുകൊണ്ട് ശിവനോടവർ ഭദ്രയൊക്കെ അവിടെ ഉണ്ടായിരുന്നപ്പോഴുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഭദ്രയും അവളുടെ അമ്മയും എങ്ങനെയാണ് അവിടെ ജീവിച്ചതെന്ന് അവനവർ മനസ്സിലാക്കി കൊടുത്തു. നല്ല ആളുകൾ അവർക്കിടയിൽ ജീവിച്ചതുകൊണ്ട് അവളും അവളുടെ അമ്മയും ഇത്രയും കാലം നല്ല രീതിക്ക് ജീവിക്കാൻ കഴിഞ്ഞെന്ന് അവന് തോന്നി. കാരണം പേരിനുള്ള ബന്ധുക്കൾ പോലും എന്നും ഒരുപാട് അകലെയായിരുന്നു. അവർ നന്നായി അവളുടെ വീടും പരിസരവും നോക്കുന്നുണ്ടായിരുന്നു.
അവളോടും അവളുടെ അമ്മയോടുമുള്ള സ്നേഹം കൊണ്ട് അവൻ കാശ് കൊടുത്തിട്ടും അവർ വാങ്ങാൻ കൂട്ടാക്കിയില്ല. അവസാനം ശിവന് കടുപ്പത്തിൽ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. അവരും ജോലി ചെയ്ത് ജീവിക്കുന്നവരല്ലേ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഇടയ്ക്ക് അവൻ്റെ കൂടെ പുറത്തേക്കും പിന്നെ ഓരോ സിനിമ കാണാനുമൊക്കെ പോയി അങ്ങനെ സമയം തീർക്കും. അവനൊന്നും പറയാതെ തന്നെ അവനെ ഒരുപാട് അടുത്തറിഞ്ഞവൾ സ്വന്തം വീട്ടുകാരോട് പോലും അവൻ ഒരുപാട് അകന്നാണ് നിൽക്കുന്നത്. അതിന് കാരണം ചിലപ്പോൾ അവൻ്റെ വീട്ടിലെ രീതിയാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു. പ്രത്യേകിച്ച് അവൻ്റെ അച്ഛൻ്റെ അയാളുടെ സ്വഭാവം ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റില്ല. അമ്മയാണെങ്കിൽ എങ്ങനെയാണെന്ന് ഇതുവരെ മനസ്സിലാക്കാനും പറ്റിയിട്ടില്ല. അച്ചമ്മ മാത്രമാണ് കുറച്ച് വകതിരിവുള്ളതെന്ന് പറയാം. ഇനി 2 മാസം കൂടി കഴിഞ്ഞാൽ ശിവനും ഭദ്രയും തമ്മിലുള്ള മാരേജ് കോൺട്രാക്റ്റ് അവസാനിക്കും. ഈ നിമിഷം വരെ ശിവൻ അതേപ്പറ്റി ഒരു വാക്ക് പോലും അവളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ അതെല്ലാം കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ടവൾ. ആ ദിവസത്തിനായുള്ള കാത്തിരിപ്പാണെന്ന് തന്നെ പറയാം. രാവിലെ എവിടേക്കോ പോകാനുള്ള ഒരുക്കത്തിലാണ് ശിവൻ. ഈയിടയ്ക്കായി അവൻ കുറച്ചുകൂടി തടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടാൽ കുറച്ചുകൂടി ഭംഗി കൂടിയെന്ന് പറയാം. നേരത്തെ അത്ര ഗൗരവമില്ല. അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ മാറ്റം പോലെ. ഞാൻ കുറച്ച് വരാൻ വൈകും. നീ ആലീസ് പോയി കഴിയുമ്പോൾ ഞാൻ വന്ന് വിളിക്കാതെ വാതിൽ തുറക്കണ്ട. അതെന്താ, വേറെ ആരേലും വന്നാൽ എന്നാ ചെയ്യും? വരുന്നവർ ബെല്ലടിച്ചിട്ട് പോകും. തൽക്കാലം ഞാൻ പറയുന്ന അങ്ങ് കേട്ടാൽ മതി കേട്ടോ. അവൾ തലയാട്ടി. അങ്ങനെ വന്നതിൽ പിന്നെ ലേറ്റായി വരുന്നത് കുറവാണ്. കുറച്ചു നേരം എങ്ങാനും വൈകിയാലും പെട്ടെന്ന് വരും. എവിടെ പോകുക? ഒരു മീറ്റിംഗ് ഉണ്ട്, പുറത്ത് വെച്ചാൽ. കഴിയുമ്പോൾ എന്തായാലും വൈകും. സമയം പറയാൻ പറ്റില്ല. ഞാനൊന്ന് പുറത്ത് പൊയ്ക്കോട്ടെ? ആലീസ് പോകുന്നതിന് മുന്നേ വന്നേക്കണം. ഉച്ചയ്ക്ക് മുന്നേ വരും. എനിക്ക് 1-2 സാധനം വാങ്ങാനുണ്ട്. ഇന്ന് തന്നെ പോകണേൽ പൊക്കോ, അല്ലെങ്കിൽ നാളെ പോകാം. അത് സാരമില്ല, ഞാൻ പോയിട്ട് വന്നോളാം. ഇന്നാ. അവനൊരു കാർഡ് അവൾക്ക് നേരെ നീട്ടി. വേണ്ട, എൻ്റെ കയ്യിലുണ്ട്. പിടിക്കാൻ. അവന് ദേഷ്യം വന്ന് തുടങ്ങിയെന്ന് മനസ്സിലായതും അവളത് വാങ്ങി. എല്ലാം പറയാൻ തന്നെ വാങ്ങിത്തരുന്നുണ്ട്. കയ്യിലാണെങ്കിൽ മാസം കിട്ടുന്ന നല്ലൊരു തുകയുമുണ്ട്. അതുകൊണ്ടാണ് കാർഡ് നീട്ടിയിട്ടും വേണ്ടെന്ന് പറഞ്ഞത്. ഞാൻ ഇറങ്ങുക, എന്തേലും ഉണ്ടേൽ വിളിക്കണം. അവളുടെ കവളിൽ തട്ടി പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നവനെ കണ്ട് അവളുടെ കണ്ണൊന്ന് കലങ്ങി. അവൻ പോകുന്നത് നോക്കി വാതിലടച്ചവൾ. ഉച്ചയ്ക്ക് പുറത്തുനിന്ന് കഴിക്കാൻ ഉദ്ദേശിച്ച് തന്നെയാണ് 12 മണിയൊക്കെ ആയപ്പോൾ ഫ്ലാറ്റിൽ നിന്നിറങ്ങിയത്. ഇടയ്ക്കിങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നതും ഒരു സുഖമാണ്. ശിവൻ കൊണ്ടുപോയി അവിടുമൊക്കെ അവൾക്ക് സുപരിചിതമായിരുന്നു. ആദ്യം ഒരു ഷോപ്പിലേക്കാണ് പോയത്. നാളെ ശിവേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. എങ്ങനെയാണ് അത് അറിഞ്ഞതെന്ന് ചോദിച്ചാൽ ശിവേട്ടൻ്റെ റൂമിൽ ഒരു പഴയ സർട്ടിഫിക്കറ്റിൽ നിന്ന് കണ്ടതാണ്. പലതവണ ചോദിക്കാൻ മുതിർന്നിട്ടുണ്ടെങ്കിലും പിന്നെ വേണ്ടെന്ന് വെച്ചതാണ്. പക്ഷേ അവസാനം എങ്ങനെയൊക്കെയോ കറങ്ങിത്തിരിഞ്ഞ് കണ്ടത്. ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുവാണ്. ഞാൻ വാങ്ങിക്കൊടുക്കുന്ന ഒന്നും അദ്ദേഹത്തിന് ഇഷ്ടമാകുമോ എന്നറിയില്ല. എന്നാലും എന്തെങ്കിലും കൊടുക്കണം. വലിയ വലിയ ആളുകളാണെങ്കിലും എൻ്റെ ഈ ചെറിയ ഗിഫ്റ്റ് സ്വീകരിക്കുമോ എന്തോ. വല്ലാതെ ആഗ്രഹിച്ചെന്ന് പോകുന്നു. പക്ഷേ കൊടുക്കാൻ കുറേ നോക്കിയിട്ടാണ് നല്ലൊരു ഷർട്ട് കിട്ടിയത്. അവൾക്കത് നന്നായി തോന്നി. അവന് വേണ്ടിയാകുമ്പോൾ വില നോക്കാതെ ഏറ്റവും നല്ലത് തന്നെ വേണമെന്നുണ്ടായിരുന്നു കൊണ്ട് അത് തന്നെ എടുത്തു. പൈസ കൊടുത്ത് തിരികെ ഇറങ്ങുമ്പോൾ അവൾക്ക് എത്രയും വേഗം അവനത് കൊടുക്കണമെന്നായിരുന്നു. ഒരു കേക്ക് കൂടി ഓർഡർ കൊടുത്തിട്ടാണ് അവൾ തിരികെ പോരാൻ തീരുമാനിച്ചത്. ആകെയുള്ള മകൻ, വലിയ ആളുകളുള്ള കുടുംബം. അപ്പോൾ ഉറപ്പായി നാളെ അവൻ്റെ വീട്ടിലേക്ക് പോകേണ്ടി വരുമെന്ന് അവൾക്കറിയാമായിരുന്നു. എന്നാലും ഇന്ന് രാത്രി അവൻ തൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ അവൾ അതെല്ലാം ചെയ്തത്. തിരികെ വീട്ടിലേക്ക് പോയതും അവളുടെ മനസ്സ് വല്ലാത്ത സന്തോഷത്തിലായിരുന്നു. സന്തോഷം കൊണ്ട് അവൻ എത്രയും വേഗം ഒന്ന് കണ്ടാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുള്ള കാത്തിരിപ്പായി പിന്നീട് അങ്ങോട്ട്. ആലീസ് പോയതും അവൾ കഥ കടച്ച് കയറിയിരുന്നു. അവൻ വരാൻ വൈകുമെന്ന് പറഞ്ഞിട്ട് പോയതുകൊണ്ട് കേക്ക് കൊണ്ടുവരേണ്ട സമയവും കാര്യങ്ങളും എല്ലാം അതിനനുസരിച്ച് അവൾ പറഞ്ഞു കൊടുത്തു. കോളിംഗ് ബെൽ അടിക്കാതെ വന്നിട്ട് ഫോൺ ചെയ്യണമെന്ന് അവൾ പ്രത്യേകം പറഞ്ഞു. 8 മണി കഴിഞ്ഞു ശിവൻ വരുമ്പോൾ. നീ എപ്പോൾ വന്നു? വന്ന് കയറിയതേ അവൻ്റെ ചോദ്യം അതായിരുന്നു. ഞാനൊരു 3 മണി. ആൾ നല്ല ഗൗരവത്തിലാണല്ലോ. അവൻ മുറിയിലേക്ക് കയറി പോകുന്നത് കണ്ടവൾ മനസ്സിൽ പറഞ്ഞു. അവൻ കുളിക്കാൻ കയറിയ നേരം കൊണ്ട് അവൾ കേക്ക് കൊണ്ടുവരാനുള്ള ഏർപ്പാട് ചെയ്തിരുന്നു. അവൻ അറിയാതെ തന്നെ അതകത്ത് കൊണ്ടുവരികയും ചെയ്തു. എന്താ ആരെങ്കിലും വന്നോ ഇപ്പം? ഇല്ല, ആരുമില്ല. അവൾ പെട്ടെന്ന് മറുപടി പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോയി. ഡിന്നർ കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങണം. അവൻ പറയുന്നത് കേട്ട് ഞെട്ടലോടെ അവൾ അവനെ നോക്കി. എങ്ങോട്ട്? വീട്ടിലേക്ക് പോകണം. ഒരു നിമിഷം കൊണ്ട് എല്ലാ പ്രതീക്ഷയും നഷ്ടമായ പോലെ അവൾക്ക് തോന്നി. അതിൻ്റെ ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നവൾക്ക്. ഞാൻ വരുന്നില്ല, ശിവേട്ടൻ പൊക്കോ. ഞാൻ ഒറ്റയ്ക്കോ? ഭദ്രേ, കളിക്കാതെ വരുന്നുണ്ടോ നീ? ഇല്ല, അവൾ ഉറപ്പിച്ച് പറഞ്ഞു. അവൻ്റെ മുഖം കടുത്തു. കൊണ്ടുപോകാൻ എനിക്കറിയാം. ഇനി എന്തൊക്കെ നടക്കുമോ എന്തോ. തുടരും. നാളെ സൺഡേ ആണ്, അതുകൊണ്ട് സ്റ്റോറി ഇല്ല.
തിങ്കളാഴ്ച സ്റ്റോറി ഇട്ടേക്കാം. 7 മണി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് സാധാരണ ഇടുന്നത്.